ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 80 ശ്ലോകം 1-2. സത്രാജിതസ്ത്വമഥലുബ്ധവതർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചീഹി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ഛലതോ വിവോഢും അദത്തം തം തുഭ്യം മണിവരമനീനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാം സഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. സത്രാജിതഃ ത്വം അഥ ലുബ്ധവത് അർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാചീഹി തത് കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യ ആത്മജാം ത്വയി രതാം ഛലതഃ വിവോഢും അദത്തം തം തുഭ്യം മണിവരം അനേന അൽപമനസാ പ്രസേനഃ തത് ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹൻ ഏനം സിംഹഃ മണിരഹസി മാംസഭ്രമവശാത് കപീന്ദ്രഃ തം ഹത്വാ മണിം അപി ച ബാലായ ദദിവാൻ. പദങ്ങൾ. ഹരേ കൃഷ്ണ. 80ാമത്തെ ദശകം സത്യഭാമാ വിവാഹം, ജാമ്പവതി വിവാഹം. ഇത് രണ്ടും ചേർന്നാക്കും இந்த ഒരു ദശകത്തിലെ ചൊല്ലറാർ. முதல்ல ശ്ലോകത്തില് ഹേ ഭഗവൻ അഥാത്വം ലുബ്ധവത് അർക്കലബ്ധം സത്രാജിതഃ ദിവ്യം സ്യമന്തകമണിം അയാചീഹി. ഹേ ഭഗവാൻ, ഹേ ഭഗവാനെ, அதுக்கப்புறம் துவம் லுப்தவது, பகவான் வந்து அர்க்கலப்தம் சத்ராஜிதஹ. സത്രാജിത്ത് வந்து ഒരു യാദവനാക്കും. இந்த சத்ராஜித்து சூரியநாராயண மூர்த்தியை தபசு பண்ணவர். தபசு பண்ணி சூரியநாராயண மூர்த்தி வந்து ஒரு ரத்னம் கொடுக்குறார், ஸ்യമന്തക രത്നം. அந்த ஸ்യമന്തക രത്നത്തെ വീട്ടിൽ വെച്ച് പൂജ പണിനാനാ ഓരോ നാളേക്കും 8 ഭാരം സ്വർണം അങ്ങ് ഉണ്ടാകും. അതാണ് കണക്ക്. ഇത് 8 ഭാരം എന്ന് ചൊല്ലപ്പെട്ടത് എത്രയോ പവൻ വരും. എന്നാലും ദിവസവും അത്രയും സ്വർണം കടയ്ക്കും എന്നുള്ളതാക്കും. അത് കൂടാതെക്ക് ഇത് இந்த സ്യമന്തകം എങ്ക വെച്ച് പൂജ പண்றாளோ அங்க ആദി വ്യാധി ജര മരണം இந்த மாதிரி ஒன்றும் இருக்காது, துர்பிக்ஷையுண்டாகாது. அப்படி உள்ள அந்த செமந்தகமணிய கிருஷ்ணர் இதுக்கு யாஜிக்கிறார். எப்படின்னா ஒரு நாளைக்கு சத்ராஜித் இந்த கிருஷ்ணரோட ராஜதானிக்கு வர சமயத்தில் கழுத்தில் இதை மாலை மாதிரி போட்டுன்னு வர்றார். எல்லாரும் சொல்கிறார், சூரியன் இன்னொருக்கா உதிச்சு வர அത്ര തിളക്കമാണ് அந்த செமந்தகத்துக்கு. அது இன்னொருக்க உதிச்சு வரா மாதிரி இருக்கே அப்படின்னு சொல்லிட்டு இப்போ பார்த்தப்போ கிருஷ்ணருக்கு பார்த்தப்போ இந்த மாதிரி ரொம்ப വിലപിടിപ്പുള്ള സാധനം എല്ലാം എപ്പോൾ ഗവൺമെൻറ്റിട്ട് തന്നെ വിൽക്കല. അതല്ലാട്ടാൽ അത് ഒരാളുടെ ഒരു സിറ്റിസൺട്ട് இருந்தானா அவளுக்கு அது ஆபத்தா வந்து சேரும் அப்படிங்கிற ஒரு நியமத்தை வச்சுட்டு கிருஷ்ணருக்கு சொல்கிறார், அது தந்துடும் அப்படின்னு சொல்கிறார். இந்த மாதிரி பல காரணங்கள் இருக்கு. தது காரணம் பகுவிதம் மம பாதி.
பலதாக்கும் அதுக்கு காரணம் அப்படின்னு தோணிது. அதனால பகவான் கேட்குறார், எனக்கு தந்துடு அப்படின்னு. ത്വയി രതാം തസ്യ ആത്മജാം ഛലതഃ വിവോഢും നൂനം. ഇന്നൊന്ന് ഇവർക്ക് തോന്നിനത്, ഭട്ടതിരിക്ക് തോന്നിനത് എന്നതെന്നാ, എന്താ സത്രാജിത്തോട് പൊണ്ണ് സത്യഭാമാക്ക് കൃഷ്ണരെ അപ്പടി ഒരു ഇഷ്ടമാ. എന്നേക്കും പ്രാർത്ഥന പണ്ണുവളാം, കൃഷ്ണർ പതിയാ വരണം അപ്പടിന്ന്. അന്ത പൊണ്ണ കല്യാണം മണ്ണർത്തുക്കൊരു കാരണങ്കര മാതിരി ആക്കും ഇങ്ങ കേക്കറാർ അപ്പടിന്ന് എനിക്ക് തോന്നറത് ചൊല്ലറ ഭട്ടതിരി. എന്നാലും ഇത് തറയാം, എന്താ സെമന്തകമണിയെ തറയായപ്പോൾ രാജാവിട്ടേക്കും അതിരിക്കണം. അതിനാൽ രാജാട്ട കൊണ്ട് കൊടുത്തുടു. പിന്നെ നിറയെ സ്വർണം ഒരിടത്തിലിരുന്നാലും അതും ആപത്തായിരിക്കും ഇല്ല. അപ്പം അതും ഒരു ഇത്. പിന്നെ രാജാക്കാനാണ് എപ്പോൾ നിറയെ പൈസ തേവയിരിക്കും. അപ്പം അതിനാൽ രാജാട്ടിരിക്കുന്നതാക്കും ഉചിതം. എല്ലാം കൊണ്ടും രാജാട്ട കൊടുക്ക ചൊല്ലറ. ആന അവരെന്നെ പണിനാർന്ന അല്പസ അനേന തുഭ്യം അതത്തം തം മണിവരം. അല്പബുദ്ധിയാന സത്രാജിത് അത് കൃഷ്ണർക്ക് കൊടുക്കലേന്ന് മാത്രമല്ല, இந்த மாதிரி உள்ளதெல்லாம் ரொம்ப சூக்ஷ்மமா ரொம்ப கோப்பியமா வச்சுக்கணும். தம் மணிவரம் ഗളഭുവി വഹൻ തദ്ഭ്രാതാ പ്രസേനഃ മൃഗയാം പ്രാപ. അപ്പം തന്നോട് തമ്പി ആത്തില കൊണ്ട് വെച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കഴുത്തിൽ കിട്ടുന്നത് തമ്പി എനിക്കൊരു നാളേക്ക് പൊട്ടുക്ക് തറയാണ്ണം കേൾക്കറ എന്താ കഴുത്തിൽ. ശരി, തമ്പി കേട്ടാനേല് തമ്പിക്ക് കൊടുക്കറ. തമ്പി അതെ പൊട്ടുന്നത് നേരെ നായാട്ടുക്ക് പോറ, കാട്ടുക്ക് പോറ. അങ്ക പോനതും സിംഹ മണിമഹസി മാംസഭ്രമവശാത് ഏനം അഹൻ. ഒരു സിംഹം എന്നെ പണിത്തുന്ന அந்த രത്നത്തോട് அந்த തേജസ്സ பார்த்து അതേതോ മാംസമാക്കും നനച്ചത് அந்த പ്രസേനനെ വന്ന് അടിച്ചു കൊന്നുകൊടുന്നത്. അപീച്ച കബീന്ദ്രം തം ഹത്വ മണിം ബാലായ ദതിവ. அதுக்கப்புறம் அது எடுத்து பார்க்கறது அது மாംസം இல்லே தெரிஞ்சப்போ அந்த சிங்கம் தப்பங்க போட்டுட்டு போறது. നേരെ വാനരശ്രേഷ്ഠനാണ് ജാമ്പവാൻ அந்த സിംഹത്തോട് കയ്യിൽ അതിരിக்கிறத பார்த்து സിംഹത്തെ വധം பண்ணி அந்த മണിയെ സിംഹത്തിട്ടേന്ന് വാങ്ങി பார்த்தப்போ ஆத்துல கொண்டு போனப்போ குழந்தை அது ரொம்ப ஆசையா விளையாட்டுக்கு தரையா. ஜாம்பவதி கேட்கறா, எனக்கு விளையாடுறதுக்கு தரையாலி. அப்படி அந்த இത്രയും விதான பவித்திரமான அந்த ரத்னத்தை இப்போதான் இங்கே ஜாம்பவதி விளையாடுறதுக்கு வச்சிருந்திருக்கா. தன்னோட பொண்ணுக்கு விளையாடுறதுக்கு கொடுக்கறா. ஹரே கிருஷ்ண.